ഞങ്ങളുടെ വീടും ജോസ് പ്രകാശിൻ്റെ വീടും തൊട്ടടുത്തടുത്താണ്. ഞങ്ങളൊരു കുടുംബം പോലെയാണ് കഴിഞ്ഞത്. അപ്പോൾ ജോസ് പ്രകാശിൻ്റെ അനിയൻ പ്രേംപ്രകാശ് അദ്ദേഹം ഒത്തിരി പടം എടുത്തിട്ടുണ്ട്. ഒരു പടം എൻ്റെ കാണാക്കുയിൽ. അപ്പം അതിനകത്ത് ഒരു പാസിങ് സീനിൽ അഭിനയിക്കാൻ 1-2 പേര് വേണമായിരുന്നു. പറഞ്ഞടാ പ്രസാദിനെ വിളിച്ചുകൊണ്ട് പോകാം, നമുക്ക് ഷൂട്ടിങ്ങിൻ്റെ സ്ഥലത്ത് പോകാം എന്ന് പറഞ്ഞു. അന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞങ്ങളവിടെ നിന്നു, ഷൂട്ടിങ്ങൊക്കെ ചെയ്യുന്നത് കണ്ടു. അന്ന് മുഴുവൻ അവിടെ നിന്ന് സാറിൻ്റെ അവിടെ നിൽക്കുകയൊക്കെ ആയിരുന്നു. അങ്ങനെ അപ്പോൾ എന്നോട് എനിക്ക് വലിയ ഇൻട്രസ്റ്റായി, ഒന്ന് ഡയറക്ഷൻ പഠിക്കണം. അപ്പം ഞങ്ങളുടെയൊന്നും കുടുംബത്തിൽ അങ്ങനെ സിനിമ കാണുന്നതല്ലാതെ സിനിമയിൽ വർക്ക് ചെയ്യുന്ന ആരുമില്ല. അങ്ങനെ വർക്ക് ചെയ്യുന്നവരെക്കുറിച്ച് അവർക്കൊരു വേണ്ട, അതൊക്കെ വലിയ നമുക്കൊന്നും പറ്റുന്ന പണിയല്ല, എവിടെയെങ്കിലും ഗൾഫിലോ വല്ലതും പോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ അടുത്ത ബന്ധുക്കളും ഒക്കെ നിൽക്കുന്നു. ഈ കാണാക്കോലിന് ശേഷം ഒരു 3-4 പടങ്ങൾ ശശികുമാർ സാറ് കോട്ടയത്ത് വെച്ച് ഷൂട്ട് ചെയ്തു. അപ്പോൾ ഞാൻ കോളേജിൽ നിന്ന് കട്ട് ചെയ്തെന്നും സാറിൻ്റെ സെറ്റിൽ പോയി നിൽക്കും, ആളെ മാറ്റാനായിട്ടും സാറ് ഷോട്ട് എടുക്കുന്ന രീതി ഇങ്ങനെ കണ്ട് പഠിച്ചു.